നമസ്കാരം. കാനഡയിലെ കുപ്രസിദ്ധ സീരിയൽ കൊലപാതകി കില്ലർ റോബർട്ട് പിക്ടൺ ജയിലിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. 74 വയസ്സായിരുന്നു. ക്യൂബക്കിലെ ജയിലിൽ തടവിൽ കഴിയുന്നതിനിടെയാണ് പിക്ടണെ മറ്റൊരു തടവുകാരൻ ആക്രമിച്ചത്. തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. മെയ് 19-നാണ് റോബർട്ട് പിക്ടൺ ജയിലിൽ ആക്രമിക്കപ്പെട്ടത് എന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിൽ സഹതടവുകാരനായ 51-കാരനെ കസ്റ്റഡിയിലെടുത്തതായും പോലീസ് വക്താവ് അറിയിച്ചു. ലോകമാകെ കുപ്രസിദ്ധി നേടിയ കൊടും ക്രിമിനലായിരുന്നു റോബർട്ട് പിക്ടൺ. 90കളുടെ അവസാനം മുതൽ നിരവധി സ്ത്രീകളെയാണ് ഇയാൾ കൊലപ്പെടുത്തിയത്. സ്വന്തമായി പന്നി ഫാം നടത്തിയിരുന്ന പിക്ടൺ കാനഡയിലെ വാൻക്യൂവറിലുള്ള ലൈംഗിക തൊഴിലാളികളെയും മയക്കുമരുന്ന് ഉപയോഗിച്ച് തെരുവുകളിൽ കഴിയുന്ന സ്ത്രീകളെയുമാണ് ലക്ഷ്യമിട്ടിരുന്നത്. തുടർന്ന് ഇവരെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹാവശിഷ്ടങ്ങൾ പന്നികൾക്ക് തീറ്റയായി നൽകുന്നതായിരുന്നു ഇയാളുടെ രീതി. വാൻക്യൂവറിലെ വിവിധയിടങ്ങളിൽ നിന്ന് കാണാതായ ഡസൻ കണക്കിന് സ്ത്രീകൾക്കായി നടത്തിയ അന്വേഷണത്തിലാണ് പിക്ടന്റെ കൊടും ക്രൂരത പുറം ലോകമറിഞ്ഞത്. തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ ഇയാളുടെ പന്നി ഫാമിൽ നിന്ന് 33ഓളം സ്ത്രീകളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുത്തതായിട്ടാണ് റിപ്പോർട്ട്. 2007-ൽ പ്രതിയെ 25 കൊല്ലം പരോളില്ലാതെ ജീവിതാവസാനം വരെ തടവിന് ശിക്ഷിച്ചു. 26 സ്ത്രീകളെ കൊലപ്പെടുത്തിയതിനാണ് പ്രതിക്കെതിരെ കുറ്റം ചുമത്തിയിരുന്നത്. ഇതിനിടെ താൻ 49 സ്ത്രീകളെ കൊലപ്പെടുത്തിയതായി പിക്ടൺ പോലീസിനോട് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. സ്ത്രീകളെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഇവരുടെ മൃതദേഹം പന്നികൾക്ക് തീറ്റയായി നൽകിയതായും പ്രതി സമ്മതിച്ചു. ബ്രിട്ടീഷ് കൊളംബിയയിലെ പോർട്ട് കോക്ലിറ്റ്ഹാമിലെ പോർട്ട് ലാമിൽ പന്നി കർഷകരുടെ കുടുംബമായ ലിയോനാർഡ് ഫ്രാൻസിസ് പിക്ടന്റെയും ലൂയിസ് ഹെലൻ അർണലിൻ്റെയും മകനായി 1949 ഒക്ടോബർ 24-നാണ് റോബർട്ട് പിക്ടൺ ജനിച്ചത്. പിക്ടന്റെ മൂത്ത സഹോദരി ലിൻഡ ലൂയിസ് റൈറ്റിനെ വാൻകൂവറിലെ ബന്ധുക്കൾക്കൊപ്പം താമസിക്കാൻ അയച്ചു. കുടുംബ പന്നി ഫാം ഒരു പെൺകുട്ടിയെ വളർത്തുന്നതിന് അനുചിതമായ ഒരു സാഹചര്യമാണ് എന്ന് അവരുടെ മാതാപിതാക്കൾ കരുതി. അങ്ങനെയാണ് പിക്ടന്റെ സഹോദരിയെ ദൂരെ മാറി അയച്ചത്. റോബർട്ട് പിക്ടനും അയാളുടെ ഇളയ സഹോദരൻ ഡേവിഡ് ഫ്രാൻസിസ് പിക്ടനും ചെറുപ്രായത്തിൽ തന്നെ ഫാമിൽ ജോലി ചെയ്യാൻ തുടങ്ങി. ഇവരുടെ അമ്മ വളരെ കാർക്കശ്യക്കാരിയായിരുന്നു. സഹോദരങ്ങളുടെ വ്യക്തിഗത ശുചിത്വത്തെക്കാൾ പന്നികൾക്കാണ് അവർ മുൻഗണന നൽകിയത്. ഫാമിലെ കന്നുകാലികളെ വളർത്തുന്നതിന് ദീർഘനേരം ജോലി ചെയ്യാൻ മക്കളെ അവർ നിർബന്ധിച്ചു. പിക്ടൺ 63-ൽ സ്കൂൾ പഠനം നിർത്തി ഇറച്ചി വെട്ടുന്ന ജോലിയിൽ പ്രവേശിച്ചു. ഫാമിൽ മുഴുവൻ സമയ ജോലിക്ക് പോകുന്നതിന് മുൻപ് അദ്ദേഹം 7 വർഷത്തോളം ഇറച്ചിവെട്ട് ജോലി തുടർന്നു. 78-ലും 79-ലും പിക്ടന്റെ അച്ഛനും അമ്മയും മരിച്ചു. ഇയാളും ഇയാളുടെ 2 സഹോദരങ്ങളും കുടുംബ പന്നി ഫാം അവകാശമാക്കി അവരുടെ പാരമ്പര്യമായി ലഭിച്ച ഭൂമിയുടെ ഒരു ഭാഗം വിറ്റ് ലക്ഷങ്ങൾ സമ്പാദിച്ചു. പിന്നീട് മയക്കുമരുന്ന് ഉപയോഗം പിക്ടൺ തുടങ്ങി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, ഒരു പ്രത്യേക മാനസിക നിലയുള്ള ആളായിരുന്നു പിക്ടൺ എന്നും പറയപ്പെടുന്നു. സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത ശേഷം അവരെ കഴുത്ത് ഞെരിച്ചു കൊന്ന് അവരുടെ ശരീര അവശിഷ്ടങ്ങൾ പന്നിയുടെ തീറ്റയുടെ കൂടെ ചേർത്ത് പന്നികൾക്ക് നൽകുന്നതായിരുന്നു ഇയാളുടെ പ്രത്യേക വിനോദം. ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ ഉള്ള ഒരു പ്രവൃത്തിയാണെന്നും ഇത് ഇയാളെ ഹരം കൊള്ളിക്കുന്ന പ്രവൃത്തി ആണ് എന്നും വിവരിക്കപ്പെടുന്നു. അങ്ങനെ റോബർട്ട് പിക്ടൺ സ്ത്രീകളെ മാത്രം കൊല്ലുന്ന ഒരു സീരിയൽ കില്ലറായി മാറി. വഴിയരികിൽ കാണുന്ന ലൈംഗിക തൊഴിലാളികളെയും അതുപോലെ തന്നെ മയക്കുമരുന്നിന് അടിമകളായ സ്ത്രീകളെയും പ്രായമോ വർഗമോ വർണ്ണമോ ഒന്നും നോക്കാതെ പിക്ടൺ കൊന്നുതള്ളി. അവയൊക്കെ തന്നെ പന്നികൾക്ക് ആഹാരമായി അവരുടെ മൃതദേഹാവശിഷ്ടങ്ങളും നൽകി. ഇതായിരുന്നു പിക്ടന്റെ രീതി. 49 സ്ത്രീകളെ കൊന്നിട്ടുണ്ട് എന്നാണ് പിക്ടൺ തന്നെ സമ്മതിക്കുന്നത്. 26 പേരെ കൊന്നതിൻ്റെ തെളിവുകളും അതിൻ്റെ മറ്റ് വിശദാംശങ്ങളുമാണ് പോലീസിൻ്റെ കയ്യിലുള്ളത്. ഇപ്പോൾ ഒരു തടവുകാരനാൽ ആക്രമിക്കപ്പെട്ട് ലോക പ്രസിദ്ധ കൊടും കുറ്റവാളി, കൊടും ക്രിമിനൽ, സീരിയൽ കില്ലർ റോബർട്ട് പിക്ടൺ മരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വിദേശ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ വാർത്തയായി വരുന്നത്.